بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ തൽബിയ സ്പെഷ്യൽ ഈദ് ദിന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇന്നലെ നമ്മൾ ആരംഭിച്ച തൽബിയ പ്രോഗ്രാമിൻ്റെ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പീസ് റേഡിയോയുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ സൈനുൽ ആബിദ് മലപ്പുറം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സബീൽ പന്നിക്കോട്. എല്ലാവരും ഈദ് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ തൽബിയയുടെ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. അതെ, തൽബിയയുടെ ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ ഉപ്പമാർ ഒക്കെ പല കൂട്ടുകാരുടെ ഉപ്പമാരിപ്പോൾ ബലിയിറക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പോയിട്ടുണ്ടാവും. നമ്മളെ കൂട്ടുകാരിപ്പോൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി മധുരപലഹാരങ്ങളൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ തയ്യാറായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമുക്കുള്ളത്. നമുക്കറിയാം, ഇന്നലെ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് നമ്മുടെ കൂട്ടുകാർ കുറേ ആളുകൾ വന്നിരുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് കുറേ എൻട്രികൾ വന്നിട്ടുണ്ട്. പല കൂട്ടുകാരും ഇപ്പോൾ എൻ്റേത് എപ്പോഴാണ് വരിക എന്ന് കരുതി ഇങ്ങനെ നിൽക്കുന്ന കൂട്ടുകാരുണ്ടാവും. അതുപോലെ റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ട് മറ്റുള്ള ആസ്വാദനങ്ങളിലേക്ക് പോയവരുണ്ടാവും. കുടുംബക്കാരുടെ വീട്ടുകളിലേക്ക്, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിലേക്ക് നമ്മുടെ കൂട്ടുകാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ പെരുന്നാളിൻ്റെ ബലിപെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നമ്മുടെ കൂട്ടുകാർക്ക് നേരുകയാണ്. നമുക്ക് ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യം നമ്മളെ കൂടെ നിന്ന് ചേരുന്നത് അജ്വ ഫാത്തിമയാണ്. ഫാത്തിമ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അറബിക് സോങ്ങുമായിക്കൊണ്ട് ബ്ലോസം പബ്ലിക് സ്കൂൾ മഞ്ചേരിയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അജ്വ ഫാത്തിമയുടെ ഒരു അറബിക് സോങ് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ആരംഭിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لا تحزن يا عزة سوف ننتصر بالعزة لا تحزن يا عزة سوف ننتصر بالعزة لا تبالي يا أبطال ليس سعيكم في الإبطال لا تبالي يا أبطال ليس سعيكم في الإبطال نفدي حبنا من قلبنا جوا نتمنى حي في هراميا يا أهل القدس والزيتون أرض الوادي أرض فلسطين يا أهل القدس والزيتون أرض الوادي أرض فلسطين هلوا كل العالم حياكم بالعون الآلي عليكم من عند الله عليكم من عند الله لا تحزن يا عزة سوف ننتصر بالعزة ألا ترون ترك القدس هدمت البيوت كم من أطفال فقدوا هي لا تهربون ألا ترون ترك القدس هدمت البيوت كم من أطفال فقدوا هي لا تهربون أفلت أحلامهم فاتت أيامهم أفلت أحلامهم فاتت أيامهم كذا كل يوم نسمع أخبارا تؤلمنا من أرض حرب فلسطين من أرض حرب فلسطين هدموا مدارس والمستشفى قتلوا حتى النساء والأطفال هدموا مدارس والمستشفى قتلوا حتى النساء والأطفال يعلو بكاء المجرمين ما أحلاهم ملهين ولكن لن يقدر هاكدون باستغلاك اسمهم والإصرار اسمهم والإصرار لا تحزن يا عزة سوف ننتصر بالعزة سلام على حول الفلسطين الأشبال
مرسى رسول دار القبلة أولى والقضية هذا بلد مرسى رسول دار القبلة أولى والقضية يا إخوان فلسطين 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 نرجوكم نصر العزة والشيمان ستقلق جيوش للصهيونية أخيرا القدس لنا والأقصى لنا والله بعون إيمانا ويحمينا القدس لنا والأقصى لنا والله بعون إيمانا ويحمينا جم العلاء لن تحزبنا يا بنا فلسطين فرحتنا لا تحزب القدس من تعيون نتمنى عاشت فلسطين حرة جلية عزة عليا أدبى حرية فهرة عزيزة أبدا أبدا لا تحزن يا عزة سوف ننتصر بالعزة السلام عليكم. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അജ്വ ഫാത്തിമയുടെ ഗസയെ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു അറബിക് ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതെ സബീലെ, നമ്മൾ പറഞ്ഞതുപോലെ നല്ല ഭംഗിയിൽ മോള് പാടിയിട്ടുണ്ട്. നല്ല ഉഷാറായി മോള് പാടി. അസ്സ നമുക്കറിയാം, നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോഴും ബലിപെരുന്നാൾ പോലും ആഘോഷിക്കാൻ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഫലസ്തീനിലെ നമ്മുടെ കുഞ്ഞു കുട്ടികളും കൂട്ടുകാരും ഒക്കെ പ്രയാസത്തിലാണ്. അവർക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാരൊക്കെ പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അസ്സക്ക് പീസ് റേഡിയോ ടീമിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. ആമിന മുഹമ്മദ് അലി, UKG പഠിക്കുന്ന ആമിന മുഹമ്മദ് അലിയുടെ ഒരു പാട്ടാണ് കേൾക്കേണ്ടത്. അൽഫിത്ര പ്രീ സ്കൂൾ, കടവത്തൂരിലെ അൽഫിത്ര പ്രീ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ആമിന മുഹമ്മദ് അലി. അവളുടെ പാട്ട് കേൾക്കാം. അസ്സലാമലൈക്കും. എൻ്റെ പേര് ആമിന മുഹമ്മദ് അലി. ഞാനൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം, പ്രാർത്ഥന എല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. എന്നോ മരിച്ച് പോയവരോ മണ്ണോട് മണ്ണായ ആദരോട്, എന്നോ മരിച്ച് പോയവരോട് മണ്ണായ പുണ്യാന്തരോട് എന്തെന്നു തേടാൻ സങ്കടമോതാൻ ഓതിയാൽ അതുകൊണ്ട് എന്ത് ഗുണം. എന്തെന്നു തേടണം സങ്കടമോതാൻ ഓതിയാൽ അതുകൊണ്ട് എന്തു ഗുണം. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട്, തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം, പ്രാർത്ഥന എല്ലാം അല്ലാഹുവോട്, പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. കാരുണ്യമേറിയോരല്ലാഹുവെ കാണും ആരുണ്ട് നമ്മോട് കരുണ ചൊരിയാൻ. കാരുണ്യമേറിയോരല്ലാഹുവെ കാണും ആരുണ്ട് നമ്മോട് കരുണ ചൊരിയാം. എല്ലാം അറിഞ്ഞിടും എല്ലാം ഭരിച്ചിടും
ഭരിച്ചിടും അല്ലാഹു പോരെ സഹായങ്ങൾ നൽകാൻ. എല്ലാം അറിഞ്ഞിടും എല്ലാം ഭരിച്ചിടും അല്ലാഹു പോരെ സഹായങ്ങൾ നൽകാൻ. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട് കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥനായി കേൾക്കാൻ അല്ലാഹു മാത്രം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരി ആമിന മുഹമ്മദ് അലി തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഈ ഈദ് സുദിനത്തിൽ കൂട്ടുകാർക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതെ, നമുക്കറിയാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന് വേണ്ടി ത്യാഗങ്ങളേറെ സഹിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ നമ്മളിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൗഹീദിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ആമിന മുഹമ്മദ് അലി കുഞ്ഞുമോൾ നമുക്ക് വേണ്ടി പാടിയിട്ടുള്ളത്. അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമുക്ക് അടുത്തതും ഒരു ഇംഗ്ലീഷ് സ്പീച്ച് കേട്ടാലോ? ഒരു പ്രസംഗമാവല്ലേ? അതെ, നല്ലൊരു പ്രസംഗം കേൾക്കാം. അപ്പം ആരാണ് നമുക്ക് അടുത്ത പ്രസംഗമായിട്ട് വരുന്നത് നോക്കാം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആമിന ഒ, അൽ ഇസ്ലാഹു മദ്രസ അൽ ഖബർ, അൽ ഖബർ അവിടെ പഠിക്കുന്ന 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമുക്ക് അവരുടെ പ്രസംഗത്തിലേക്ക് കിടക്കാം. അതെ അതെ. Assalamu alaikum. My name is Amina. Today I'm going to talk about Al-Fajr, a very special day for all the Muslims. It is the day before Eid al-Adha. On this day, people go to Mount Arafah to pray. We remember Prophet Ibrahim alayhi salam and his great faith in Allah. On this day, we make dua and ask Allah forgiveness and to be kind. We should help others and thank Allah for all the blessing He has made for us. We should pray for peace and happiness for all. Allah will accept your prayer, inshallah. Thank you. മാഷാ അല്ലാ, നല്ലൊരു പ്രസംഗം നമ്മൾ കേട്ടു. അറഫ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറഫയുടെ പ്രാധാന്യവും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗം നമ്മൾ കേട്ടത്. ആമിനയുടെ അൽ ഖബറിലെ അൽ ഇസ്ലാഹ് മദ്രസയിൽ പഠിക്കുന്ന ആമിനയുടെ ഒരു പ്രസംഗം നമ്മൾ കേട്ടു. നല്ല പ്രസംഗമായിട്ടുണ്ട് മോളും. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് പീസ് റേഡിയോയുടെ വക. അതോടൊപ്പം നമുക്ക് ഇനിയും കുറേയേറെ കൂട്ടുകാർ നമ്മളെ പ്രോഗ്രാമിന് കേൾക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുപോലെ കുറേയേറെ എൻട്രികൾ നമുക്ക് വന്നിരുന്നു. നമുക്ക് അടുത്തൊരു പാട്ടായാലോ? ഒരു അറബിക് സോങ് ആവാം. ആമിന റിയാസ്, അതെ, 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി തന്നെയാണ്. അവർ പഠിക്കുന്നത് ആനിക്കാംപോയിൽ ഈസ്റ്റ് യു പി സ്കൂൾ. അപ്പോൾ അവിടെ പഠിക്കുന്ന മോളുടെ ഒരു അറബിക് സോങ് കേൾക്കാം. അസ്സലാമു അലൈക്കും. ബൈതി ബൈതി തഹ്തൽ വാദി അദബുൻ ഫീഹി വ അബി ഉമ്മി അൽ അബു ഫീഹി അഫറഹു ഫീഹി ഹാദാ ബൈതി അംസഹു ബൈതി 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 തഹ്തൽ വാദി അദബുൻ ഫീഹി വ അബി ഉമ്മി അൽ അബു ഫീഹി അഫറഹു ഫീഹി ഹാദാ ബൈതി അംസഹു ബൈതി 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 തഹ്തൽ വാദി അദബുൻ ഫീഹി വ അബി ഉമ്മി അൽ അബു ഫീഹി അഫറഹു ഫീഹി ഹാദാ ബൈതി ഹംസഹു ബൈതി.
മാഷാ അല്ലാ, നല്ലൊരു പാട്ട് നമ്മളെ മോള് അറബിക് പാട്ട് പാടി. സ്വന്തം വീട്, എൻ്റെ വീടിനെ കുറിച്ച് ഒരു പാട്ട്, എൻ്റെ വീട് ഒരു താഴ്വരയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. മാഷാ അല്ലാ, ആമിന മോളെ പാട്ട് നല്ല ഉഷാർ പാട്ടായിട്ടുണ്ട്. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. നമുക്ക് അവൾ പഠിക്കുന്ന സ്കൂൾ നമ്മൾ പറഞ്ഞു, 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോയാലോ? അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് അമ്നയാണ് അവതരിപ്പിക്കുന്നത്. അതൊരു പാട്ട് തന്നെയാണ്. അമ്ന പഠിക്കുന്നത് മദ്രസത്തു സലഫിയ കൊടുവായൂർ, പാലക്കാട് ജില്ല കൊടുവായൂർ എന്നുള്ള സ്ഥലത്തുള്ള മദ്രസ സലഫിയയിൽ പഠിക്കുന്ന അമ്നയുടെ ഒരു സോങ് അത് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താൽ എന്നുപ്പ. തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താൽ എന്നുപ്പ. എരിവെയിലിൽ തീക്കനലുകളേറ്റു തളർന്നൻ പൊന്നുപ്പ, ഏറിയ നാളും ദുരിതം പേറി വളർത്താൻ എന്നുപ്പ. ഒരു നാളും ആയില്ല എന്നുള്ളില്ല സ്നേഹം, തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താൽ എന്നുപ്പ. തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താൽ എന്നുപ്പ. ആക്കരങ്ങൾ പുണർന്ന് പിച്ച വെച്ചു നടന്നു, ആ ദിനങ്ങൾ ഉള്ളിൽ മറയാത്ത ഓർമ്മകളിന്നും. കാലമേറെ എന്നും കൈത്താങ്ങു തന്ന കരങ്ങൾ കാടാതെ പോയാൽ എന്തിനാണീ ജന്മം. ജീവിതത്തിൻ നാളിൽ തുണയാണെന്നുപ്പ, ഉപ്പ എന്നും എൻ മനസ്സിൻ തേനാണ്. എന്നുമെന്നും ഞാൻ ചേർക്കും നെഞ്ചോരം. തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താൽ എന്നുപ്പ. തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താൽ എന്നുപ്പ. സങ്കടങ്ങൾ ഏറെ ഉള്ളിലുണ്ടെന്നാലും സൗമ്യതയാലെന്നും പുഞ്ചിരിക്കും ഉപ്പ. ആരുമാരും കാണാതെ നീറിടും ആ ഉള്ളം, 1000 ജന്മങ്ങൾ തുല്യമാവില്ലെന്നും. റാഹിമേ നീ എന്നും കനിവേകൂനാഥ, ഉപ്പ എന്നും എൻ പിരിശപ്പൂവാണ്. എന്നുമെന്നും ഞാൻ ചേർക്കും നെഞ്ചോരം. തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താൽ എന്നുപ്പ. തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താൽ എന്നുപ്പ. തെറ്റുകൾ ചെയ്താൽ ഞാൻ അറിഞ്ഞിടും ആ ഉള്ളം, സ്നേഹവാക്കുകളാൽ എന്നെ തിരുത്തിടും എന്നുപ്പ. എന്നുമെൻ കവിളകമിൽ തന്നിടും പൂമുത്തം, ഓർത്തിടും കൽബകമിൽ എന്നും ആ പൊൻ സ്നേഹം. റാസിക്കേ നീ എന്നും തുണയേകൂനാഥ, ഉപ്പ എന്നും എൻ സ്നേഹക്കൂടാരം. എന്നുമെന്നും ഞാൻ ചേർക്കും നെഞ്ചോരം. തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ, തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താൽ എന്നുപ്പ.
തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താലെഞ്ഞുപ്പ എരിവെയിലിൽ തീ കനലുകളേറ്റു തളർന്നെൻ പൊന്നുപ്പ ഏറിയ നാളും ദുരിതം പേറി വളർത്താൻ എന്നുപ്പ ഒരു നാളും ആയില്ല എന്നുള്ളില്ല സ്നേഹം തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താലെന്നുപ്പ തളരും എന്നിട നെഞ്ചിൻ തണലാണെൻ പൊന്നുപ്പ തഴുകും എൻ പൂങ്കവിളിൽ സ്നേഹത്താലെന്നുപ്പ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉപ്പമാരെ ഉപ്പയെയും ഉമ്മയെയൊക്കെ കുറിച്ചുള്ള നല്ലൊരു പാട്ടായിരുന്നു. അതിമനോഹരമായിട്ട് ഒരുപാട് അർത്ഥവത്തായ പാട്ടാണ് കൂട്ടുകാരെല്ലാവരും ഈ ഒരു സുദിനത്തിൽ കേട്ടിട്ടുള്ളത്. നമുക്കായിട്ട് ഈ ഒരു മനോഹര ഗാനം ആലപിച്ചത് അംന എന്ന് പറഞ്ഞ മദ്രസത്തു സലഫിയ കൊടുവായൂരിലെ വിദ്യാർത്ഥിനിയാണ്. നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നുന്നുണ്ടല്ലേ? അതെ, നമ്മളെ ഈദ് ദിന ബലിപെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡിൽ ഈ സ്റ്റാർ ക്വസ്റ്റൽ നമ്മളുടെ കൂടെ അടുത്തതായി ചേരുന്നത് അംന അബൂബക്കർ, 6ാം ക്ലാസ്സിൽ JMUP സ്കൂൾ കണ്ണൂർ ചെറുപുഴയിൽ നിന്നുള്ള അംന അബൂബക്കറാണ്. അപ്പോൾ അവളും പാട്ട് തന്നെയാണ് പാടുന്നത്. നമുക്ക് അവളുടെ പാട്ട് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. അത് കേട്ട് ഞെട്ടിത്തരിച്ചില്ല ഈമാൻ, അത് കേട്ട് പൊട്ടിക്കരഞ്ഞില്ല പൂമാൻ. ഇസ്മായിലോട് പറഞ്ഞു ഖലീല്, ഇറയോന്റെ കൽപ്പനക്കില്ല ബദല്. പൊട്ടിച്ചിരിച്ച് പറയുന്നു മുത്ത്, വെട്ടി തെറുപ്പിക്ക് ബാപ്പ കഴുത്ത്. ഇരുപേരുമൊത്ത് നടക്കുന്നു മെല്ലെ, ഇറയോൻ വിധിയാലെ ബലികല്ല് കൊള്ള്. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. നിറചന്ദ്രസൂര്യൻ നാടുങ്ങുന്നുമെല്ലെ, നിറനിന്ന താരസ മോഹങ്ങളാകെ. ഉടയോൻ വിധിക്കായി ഒരുങ്ങുന്നു പൈതൽ, ഉടവാള് വീശുകയാണിബ്രാഹിം. അന്നേരം കേട്ടു അശരീരി അലർച്ച, ആകാശം പൊട്ടിപ്പിളർക്കും മലർച്ച. മദിനീ നിറുത്താൻ ഖലീലേ ജയിച്ചു, മരിക്കില്ല നിൻ മകനിസ്മായിൽ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോ
മാഷാ അല്ലാ, നമ്മൾ അംന അബൂബക്കറിൻ്റെ നല്ലൊരു പാട്ട് നമ്മളിപ്പോൾ കേട്ടു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയൊക്കെ ചരിത്രമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ ദിന തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നത് അംന അബൂബക്കർ. അവൾ പഠിക്കുന്നത് കണ്ണൂരുള്ള JMUP സ്കൂളിലാണ്. 6ാം ക്ലാസ് പഠിക്കുന്ന മോളുടെ പാട്ടിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അടുത്ത ഒരു പ്രോഗ്രാം നമ്മോടൊപ്പം ചേരുന്നത് ഒരു കഥയുമായിക്കൊണ്ട് അൻഫസ്. മലപ്പുറം ജില്ലയിലാണ് അവൻ്റെ നാട്. ഇപ്പോൾ അവൻ താമസിക്കുന്നത് കോബാറിൽ പഠിക്കുന്ന കോബാറിലുള്ള അൻഫസിൻ്റെ ഒരു കഥ നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് അൻഫസ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കോബാറിലാണ് താമസം. നാട്ടിലാണെങ്കിൽ മലപ്പുറത്തും. ഞാനിവിടെ ഒരു കഥ പറയാനാണ് പോകുന്നത്. 12 വയസ്സുള്ള ഒരു കുട്ടി ഒരു കടയിൽ ചെന്ന് അവൻ്റെ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്ത് സംസാരം തുടങ്ങി. കടക്കാരൻ അവനറിയാതെ അവൻ്റെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. കുട്ടി: മുതലാളി, നിങ്ങളുടെ തോട്ടം പരിപാലിക്കുന്ന ജോലി എനിക്ക് നൽകാമോ? ഞാനത് നന്നായി നോക്കിക്കോളാം. നിലവിലൊരു ജോലിക്കാരുണ്ടല്ലോ. അപ്പുറത്ത് നിന്ന് മറുപടി വന്നു: ഞാനത് അതിലും നന്നായി നോക്കിക്കോളാം. എനിക്ക് അതിൻ്റെ പകുതി ശമ്പളം നൽകിയാലും മതി. കുട്ടി വീണ്ടും നിർദ്ദേശിച്ചു. എത്രയും നിർദ്ദേശിച്ചിട്ടും മുതലാളി ഒരുക്കമല്ലെന്ന് മനസ്സിലായതോടെ ഒരു ചെറുപുഞ്ചിരിയോടെ കുട്ടി ഫോൺ കട്ട് ചെയ്തു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കടക്കാരൻ കുട്ടിയോട് ചോദിച്ചു: നിന്റെ ആത്മധൈര്യം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. നിനക്ക് എൻ്റെ കൂടെ വീടുകളിൽ സാധനം എത്തിക്കുന്ന ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? നീ മുതലാളിയോട് ചോദിച്ചതിൻ്റെ ഇരട്ടി ശമ്പളം ഞാൻ നൽകാം. എന്നാൽ ആ ബാലൻ ഒരു ചെറുപുഞ്ചിരിയോട് അദ്ദേഹത്തോട് പറഞ്ഞു: നിങ്ങളുടെ നിർദ്ദേശത്തിന് നന്ദി. ഞാനെൻ്റെ ജോലിയുടെ ആത്മാർത്ഥത പരിശോധിക്കുകയായിരുന്നു. ഞാനിപ്പോൾ വിളിച്ച മുതലാളിയുടെ നിലവിലെ ജോലിക്കാൻ അത് ഞാനാണ്. 2ാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകളുടെ ഇടയിൽ വേഷപ്രചന നടത്തി നടക്കാറുണ്ടായിരുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തെ അറിയാത്തവരോടെല്ലാം ചോദിക്കും: എന്താണ് ഉമറിന്റെ ഭരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തിനാണ് ഉമർ ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് ഉമർ അങ്ങനെ ചെയ്തത്? യൂഫ്രട്ടീസ് നദീതീരത്തിൽ ഏതെങ്കിലും ഒരു ഒട്ടകം വെള്ളം കിട്ടാതെ ചത്തുപോയിരുന്നെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്നുള്ള ഭയം. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം എല്ലാവരുടെയും ഒപ്പം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു: അന്ധനായ താങ്കൾ യുദ്ധത്തിന് പോയിട്ട് എന്ത് ചെയ്യാനാണ്? എന്നാൽ അദ്ദേഹം മറുപടി പറഞ്ഞു: ശത്രുക്കളുടെ കണ്ണിൽ നമ്മുടെ എണ്ണം വർദ്ധിപ്പിക്കാമല്ലോ. സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ നിശ്ചയദാർഢ്യവും അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നീതിബോധവും ബാലന്റെ ആത്മപരിശോധനയും നമ്മൾ ചിന്തിക്കുക, പാഠങ്ങൾ ഉൾക്കൊള്ളണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. നല്ലൊരു കഥ, ഒരു കുഞ്ഞു മോൻ്റെ ഒരു കഥയാണ് നമ്മൾ കേട്ടത്. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നൊക്കെയുള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ ബലിപെരുന്നാൾ തൽബിയ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത അതിഥി ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്തതൊരു പ്രസംഗമാണ് കൂട്ടുകാർക്ക് ആയിട്ട് അവതരിപ്പിക്കുന്നത്. അഷ്ഹാസ് പി കെ പഠിക്കുന്നത് TM ജേക്കബ് മെമ്മോറിയൽ സ്കൂൾ ചോലക്കുളം. അപ്പോൾ അവൻ്റെ പ്രസംഗം കേട്ടുവരാം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ ഒരു കൊച്ചു പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നു. വിഷയം ഏകദൈവ വിശ്വാസം. ഈ ലോകവും അതിലെല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചത് ഏകനായ അല്ലാഹുവാണ്. അതിനൊന്നും അല്ലാഹുവിൽ ആരുടെയും സഹായം ആവശ്യമില്ല. കാരണം അവൻ സർവശക്തനും എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മറ്റാരോടോ പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പാടില്ല. എന്നാൽ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിന് പുറമെ തെങ്ങന്മാരെയും ബീവിമാരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് ശിർക്കാണ്. അത് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതിനാൽ നാം ഏകനായ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രസംഗമാണ് കൊച്ചു കൂട്ടുകാരനായിട്ടുള്ള അഷ്ഹാസ് പി കെ കൂട്ടുകാർക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. 3-ാം ക്ലാസ്സിലാണ് അഷ്ഹാസ് പഠിക്കുന്നത്. അഷ്ഹാസിനെ ഈദ് ദിനത്തിൽ ഇങ്ങനൊരു മനോഹരമായ പ്രസംഗം അവതരിപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈദ് ദിന സ്പെഷ്യൽ പ്രോഗ്രാമിൽ ഇനി നമ്മളോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പരിചയപ്പെടാനുള്ളത് ആസിയയാണ്. ആസിയ പഠിക്കുന്നത് അൽ മദ്രസത്ത് സലഫിയ കൊടുവായൂർ, പാലക്കാട് ജില്ലയിലെ കൊടുവായൂരുള്ള മോളാണ്. അപ്പോൾ അവൾ വന്നിട്ടുള്ളത് നമ്മുടെ കൂടെ ചേരുന്നത് ഇന്നൊരു പാട്ടുമായിട്ടാണ്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ അടുത്തതായി കേൾക്കുന്നത് ആസിയയുടെ ഒരു പാട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന ആസിയ, അൽ മദ്രസത്ത് സലഫിയ കൊടുവായൂർ, പാലക്കാട്. ലബ്ബൈക പാടുന്നു ജനകടിയടങ്കലുന്നുടയൊന്ന് നടക്കുന്നു ലക്ഷം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബുദി നടത്തും. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക നടത്തിയിടുന്നേ, റബ്ബില്ലുതി ബൈത്ത് നടത്തിയിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്തടി ഒരുത്തരും തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ. പല ദേശം പല ഭാഷ പല വേഷമീവിടം, പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമീവിടം. അഖിലുള്ള ഹലിലുള്ള വിളിച്ചരം വിളിക്കേട്ട് അതിർപ്പത്തിൽ തൽബിയത്തിൻ വചനങ്ങൾ ഉരവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാനേ ഒന്ന് കൂടാനേ. ലബ്ബൈക പാടുന്നു ജനകടിയടങ്ങലൊന്നുകൊണ്ടൊന്ന് നടക്കുന്നു ലക്ഷം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബുദി നടത്തും. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക നടത്തിയിടുന്നേ, റബ്ബില്ലുതി ബൈത്ത് നടത്തിയിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരു ദിനം തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ. സോഫ മർവ കീഴക്കവൻ സയുകൾ നടത്തി, സ്മരണയിൽ ഹാജറും മകനുമായി വന്നെത്തി. സ്മൃതികൾ പകരുന്ന ജലസംസ് കുടിച്ച് സുബ്ഹാന തസ്ബീഹും തക്ബീറും ഉരവിട്ട് പാടി അവർ തേടി ജഗമാകി പടച്ച് വരച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാനേ ഗുണപൂണ്ടാനേ. ലബ്ബൈക പാടുന്നു ജനകടിയടങ്ങലൊന്നുണ്ടെയാണ് നടക്കുന്നു ലക്ഷം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബുദി നടത്തും. ഉള്ളു തുടിച്ച് കൊതിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക നടത്തിയിടുന്നേ, റബ്ബില്ലുതി ബൈത്ത് നടത്തിയിടുന്നേ, കൽബിൽ വരുത്ത മുഹബത്തോടെ ഒരു തരം തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ഈദ് സുദിനത്തിൽ ഈദുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും പല സഹോദരങ്ങൾ ഹജ്ജിൻ്റെ അവിടെ നിന്നിട്ട് ഹറമിൽ നിന്നുകൊണ്ട് ലബ്ബൈക്ക ചൊല്ലുന്ന ഈ ഒരു സന്ദർഭത്തിൽ, അതെ, അവിടെ ഇപ്പോൾ അവർ വലിയ പെരുന്നാൾ കഴിഞ്ഞു, അവിടെ അവർ ആഘോഷങ്ങളൊക്കെ തീർത്ത് ഹജ്ജിൻ്റെ അവസാന കർമ്മങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മാനസികമായിട്ട് വളരെയേറെ വിഷമത്തിലായിരിക്കും. ഹറമിന്ന് തിരിച്ചു പോരുന്ന രംഗമൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും ഒരു പക്ഷേ അവരൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മളിവിടെ പെരുന്നാൾ ആഘോഷത്തിൻ്റെയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ലൊരു പാട്ട് ആസിയമോൾ പാടി. ഈദ് ദിന തൽബിയ സ്പെഷ്യൽ പ്രോഗ്രാമിൽ ഇനിയും നേറെ പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാമെന്ന് തോന്നുന്നുണ്ട്. അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ആസിയ നാസർ, സെൻറ് തോമസ് UP സ്കൂൾ, ശൂരനാട്. ഓക്കെ, അവൾ പഠിക്കുന്നത് 5-ാം ക്ലാസ്സിലാണ്. അപ്പം മോളുടെ പാട്ട് കേൾക്കാം. അസ്സലാമു അലൈക്കും. ഹൃദയത്തിനുള്ളിലെ കൊതിയല്ലോ റസൂൽ, കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത നിധിയല്ലോ റസൂൽ, ഹൃദയത്തിനുള്ളിലെ കൊതിയല്ലോ റസൂൽ, കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത നിധിയല്ലോ റസൂൽ. മിന്നിത്തിളങ്ങും താരങ്ങളേക്കാൾ മാനത്തു പൂത്തൊരു അമ്പിളിയേക്കാൾ അഴകല്ലേ റസൂൽ,
കനിവല്ലേ റസൂൽ. മിന്നിത്തിളങ്ങും താരങ്ങളേക്കാൾ മാനത്ത് പൂത്തൊരു അമ്പിളിയേക്കാൾ അഴകല്ലേ റസൂൽ. കനിവല്ലേ റസൂൽ. ഈ ജഗമകിലം കനിവല്ലോ റസൂൽ. ഹൃദയത്തിനുള്ളിലെ കൊതിയല്ലോ റസൂൽ. കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത നിധിയല്ലോ റസൂൽ. റഹ്മത്തുൽ ആലമീന മക്കത്തെ അൽ അമീന സഹാബിമാരുടെ സ്വാഹിബായ റസൂൽ. റഹ്മത്തുൽ ആലമീന മക്കത്തെ അൽ അമീന സഹാബിമാരുടെ സാഹിബായ റസൂൽ. എതിർബുവാനൊരു നീതിമാൻ റസൂൽ. ഹൃദയത്തിനുള്ളിലെ കൊതിയല്ലോ റസൂൽ. കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത നിധിയല്ലോ റസൂൽ. മാഷാ അല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് ആസിയ നാസർ നമുക്ക് വേണ്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആസിയ നാസർ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. അതെ, ആസിയയുടെ പ്രോഗ്രാം വളരെ നന്നായി. നമുക്ക് അവൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ബലിപെരുന്നാൾ തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത അതിഥി നമ്മളോടൊപ്പം ചേരുന്നത് അസ്ലഹ അബ്ദുഷക്കൂറാണ്. അവൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. സ്കൂളിൻ്റെ പേര് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം അവളുടെ പ്രോഗ്രാം എന്താണെന്നുള്ളൊരു പാട്ടുമായിട്ടാണ് അസ്ലഹ അബ്ദുഷക്കൂർ ചേർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പ്രോഗ്രാമൊക്കെ കേൾക്കുമ്പോഴും നമ്മളുടെ അധികാറുകൾ അതുപോലെ തന്നെ ബന്ധങ്ങൾ പുതുക്കാനുള്ള ഈ സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങളൊക്കെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അസ്ലഹയുടെ പാട്ട് കേൾക്കാം. അസ്സലാമു അലൈക്കും. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര തീരമടക്കമില്ലാത്തൊരു യാത്ര. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര തീരമടക്കമില്ലാത്തൊരു യാത്ര. 3 കഷ്ണം തുണി ചുറ്റി 3 കഷ്ണം തുണി ചുറ്റി ഖബറിലേക്കുള്ളൊരു പോക്ക് കൽബിൽ നീയോർത്തൊന്ന് നോക്ക്. ഖബറിലേക്കുള്ളൊരു പോക്ക് കൽബിൽ നീയോർത്തൊന്ന് നോക്ക്. തൊട്ടിലിലാടിയ കുട്ടി പച്ച മണ്ണോട് നീ പിന്നെയൊട്ടി. തൊട്ടിലിലാടിയ കുട്ടി പച്ച മണ്ണോട് നീ പിന്നെയൊട്ടി. മാറ് കുലുക്കി നടന്ന് ഭൂമി വീർപ്പിക്ക് പെണ്ണേ. മാറ് കുലുക്കി നടന്ന് ഭൂമി വീർപ്പിക്ക് പെണ്ണേ. നീയും ഒരു നാൾ മരിക്കും, നിന്നെയും ഖബറിലടക്കും. ദുനിയാവിൽ നീ ചെയ്ത പാപം നരകത്തില
കുന്നിൻദേഹം കൊട്ടാരക്കോട്ടകൾ കെട്ടി പട്ടാളക്കാവല് നിർത്തി കൊട്ടാരക്കോട്ടകൾ കെട്ടി പട്ടാളക്കാവല് നിർത്തി നാട് ഭാരിച്ചോരു മന്നാ നാളെ നീയും ഒരു പിടി മണ്ണ നാടു ഭാരിച്ചോരു മണ്ണ നാളെ നീയും ഒരു പിടി മണ്ണ. മാഷാ അല്ലാ, മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ ജനിച്ചിട്ടുണ്ടോ, നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് നമ്മളൊക്കെ വിട പറഞ്ഞു പോകുന്ന മരണം. ആ മരണത്തിലുണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ചുള്ള ഒരു പാട്ടുമായിട്ടാണ് നമ്മളോടൊപ്പം കുഞ്ഞു മോള് ചേർന്നിട്ടുള്ളത്. അസ്ലഹ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്. നമുക്ക് അസ്ലഹക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമുക്ക് ഇനിയും കുറേയേറെ പ്രോഗ്രാമുകൾ കേൾക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആതിക ബിലാൽ എന്ന കൊച്ചുമിടുക്കിയുടെ ഒരു അറബിക് സോങ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആതിക ബിലാൽ അൽ ഹിക്മ ഹോളിഡേ മദ്രസ നന്ദിയിലാണ്. അതെ, കൊയിലാണ്ടിക്കടുത്തുള്ള നന്ദിയിൽ നിന്നുള്ള മോളാണ് ആതിക ബിലാൽ. അപ്പോൾ മോളുടെ അറബിക് സോങ് കേട്ടെടുത്ത് തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിനാനൽ അദിനി ദൗമൻ യാ ഇലാഹി യുസൈൻ ജിനാനൽ അദിനി ദൗമൻ യാ ഇലാഹി യുസൈൻ ഇലാഹി യാ ഇലാഹി ഇലാഹി യുസൈൻ ഇലാഹി യാ ഇലാഹി ഇലാഹി യുസൈൻ أزهارها أطفال غزة دموع فلسطين أزهارها أطفال غزة دموع فلسطين تياقوت والمرجان والعليم مطعم فعل المعونة فعلين عصفورا يا إلهي فردوسا طائرون عصفورا يا إلهي فردوسا طائرون إلهي يا إلهي إلهي زين إلهي يا إلهي إلهي زين أزهارها أطفال غزة دموع فلسطين أزهارها أطفال غزة دموع فلسطين تياقوت والمرجان والعليم مطعم فعل المعونة فعلين عصفورا يا إلهي فردوسا طائرون عصفورا يا إلهي فردوسا طائرون إلهي يا إلهي إلهي زين إلهي يا إلهي إلهي زين هلا يرغبون بلالا حماية بيت المقدس تملأ قلوبهم ولا يفزعون صاروخا حماية بيت المقدس شهادة اسمهم لهم فلسطين أمهم الهنون لهم فلسطين أمهم الهنون إلهي 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 شاهدين إلهي 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 شاهدين أزهارها أطفال غزة دموع فلسطين أزهارها أطفال غزة
على المعونة فعالي عصفورا يا إلهي فردوسا طائرون عصفورا يا إلهي فردوسا طائرون إلهي يا إلهي إلهي زين إلهي يا إلهي إلهي زين إسراء ومعراج نبينا في كالقائد مغدي في هليلك بالروح روحي روحي النعمة فيه لا قطم تفوز الله لا بيتك إيش الله لا قطم تفوز الله لا بيتك إيش الله يا إله الكونين بقوة انصرنا إلهي 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 زين إلهي يا إلهي إلهي زين إلهي يا إلهي. മാഷാ അല്ലാ, ആതിഖ ബിലാലിൻ്റെ ഒരു സോങ്ങാണ് നമ്മൾ കേട്ടത് അല്ലേ സബീലേ? അതെ. നമ്മളിപ്പോൾ ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ. അപ്പോൾ നമുക്ക് കുറേയേറെ സന്തോഷങ്ങൾ നേടിയിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് ഇങ്ങനെ പോകുമ്പോഴേ. നമ്മൾ കുറേ കൊച്ചു മിടുക്കുകളും മിടുക്കന്മാരുമായ കൂട്ടുകാർ പാട്ടും പ്രസംഗവും ഒക്കെ ആയിക്കൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. കുറേ ദിവസങ്ങളായി പെരുന്നാളിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. റമദാൻ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു. ഇപ്പോൾ ഇതാ ദുൽഹിജ്ജയും പുണ്യദിനങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞുകൊണ്ടിരിക്കുക. അടുത്തൊരു ബലി പെരുന്നാളിന് നമ്മൾ ആരൊക്കെ ഉണ്ടാവും നമുക്കറിയില്ല. നമ്മൾ അവസാനം ഭാഗത്ത് നമ്മൾ കേട്ട ചില പാട്ടുകൾ നമുക്കതിങ്ങനെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അതായത് ഒരുപാട് കൂട്ടുകാർ പലവിധ പ്രോഗ്രാമുകളുമായിട്ട് പ്രത്യേകിച്ചും ഈ ഒരു ഏത് ദിനത്തിൽ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു മനോഹരമായ അവസരമായിട്ട് ഇത് മുതലെടുത്തിട്ടുണ്ട്. നമ്മുടെ പീസ് റേഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് നൽകിയ വലിയൊരു സന്ദർഭമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാളിൻ്റെ അന്ന് പാടാനും കളിക്കാനൊക്കെ അവസരം കൊടുത്തിരുന്നെന്നും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന് ചില ആളുകൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവതരിപ്പിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിക്ക് സൗകര്യം ചെയ്തു കൊടുത്തൊക്കെ ഹദീസുകൾ കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ നമ്മുടെ കൂട്ടുകാർക്ക് കൊച്ചു കൂട്ടുകാർക്ക് പീസ് റേഡിയോ നൽകിയ ഒരു അവസരമാണ് സ്റ്റാർ ക്വസ്റ്റ്. തൽബിയ ഈദ് ദിന സ്പെഷ്യൽ പ്രോഗ്രാമുകളൊക്കെ ഇതിൽ ഒരു സ്റ്റാർ ക്വസ്റ്റ് മാത്രമല്ല, കുറേയേറെ പ്രോഗ്രാമുകൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഈ പീസ് റേഡിയോ തൽബിയ പെരുന്നാൾ ദിന സ്പെഷ്യൽ പ്രോഗ്രാമിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ കുറേ ആളുകൾ രാവും പകലുമില്ലാതെ പ്രയത്നിച്ചു നല്ല രീതിയിൽ ഇത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ശ്രോതാക്കൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഈദ് ദിന സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമ്മൾക്ക് വളരെയേറെ വിശേഷപ്പെട്ട കുറേ കൂട്ടുകാരുടെ പ്രോഗ്രാമുമായിട്ട് ഇനിയും വരാണ്ട്. നമ്മുടെ ചങ്ങാതിക്കൂട്ടം പീസ് റേഡിയോ സ്പെഷ്യൽ എപ്പിസോഡുകൾ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ നമ്മുടെ കൂട്ടുകാരുണ്ട്. ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പീസ് റേഡിയോയിലെ സ്പെഷ്യൽ വിദ്യാർത്ഥികൾ എന്ന് പറയാവുന്ന രീതി നമ്മുടെ കുഞ്ഞു മിടുക്കരായ കുറേയേറെ കൂട്ടുകാരെ നമ്മൾ പീസ് റേഡിയോയിൽ വരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ആളുകളുടെ പ്രോഗ്രാമുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ചില എപ്പിസോഡുകളിലായിക്കൊണ്ട് സ്പെഷ്യൽ എപ്പിസോഡുകളായി നമുക്ക് കേൾക്കാനുണ്ട് ചങ്ങാതിക്കൂട്ടം കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അവരുടെ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാനുണ്ട്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക, ആസ്വദിക്കണം, അത് നമ്മളെല്ലാവരും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഈ ചങ്ങാതിക്കൂട്ടത്തിലേക്ക് ഇനിയും കുറേയേറെ കൂട്ടുകാരെ നമ്മൾക്ക് കിട്ടേണ്ടതുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ ആ സ്പെഷ്യൽ എപ്പിസോഡൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിനത്തിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് റേഡിയോയിലൂടെ വന്നുകൊണ്ടിരിക്കും. തൽബിയുടെ അടുത്ത എപ്പിസോഡ്, സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡിലൊക്കെ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക. ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാൻ തോന്നുന്നുണ്ട്. അതെ അതെ. അതോടൊപ്പം പറയാനുള്ളത് സ്പെഷ്യൽ എപ്പിസോഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മുടെ അടുത്ത ഒരു ആങ്കറിങ് ഡെസ്കിലൊക്കെ നമ്മുടെ ഈ സ്പെഷ്യൽ ചങ്ങാതിക്കൂട്ടം കൂട്ടുകാരായിരിക്കും ഇൻഷാ അല്ലാഹ് വരുന്ന തലമുറയിൽ നമ്മുടെ പീസ് റേഡിയോ നയിക്കാനുണ്ടാവുക. അതിനുവേണ്ടി നമ്മുടെ കൂട്ടുകാരൊക്കെ തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ അവസാന നിമിഷത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സൈനുൽ ആബിദ് മലോറം, ഞാൻ സബീൽ പന്നിക്കോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.